ഞാൻ വന്നതുപോലും അറിയാതെ എന്താ ആലോചിച്ച് നിൽക്കുക? അറിയാലോ ഗൗതം, ഞാൻ മനസ്സാവാച വിചാരിക്കാത്ത ഒരു കാര്യത്തിലല്ലേ എന്നെ കൊണ്ടുവന്ന് കുടുക്കിയിരിക്കുന്നത്. ഞാനൊരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയെന്ന് പറയുമ്പോ തന്നെ ഒരു വല്ലായ്മ തോന്നുക. സത്യം പറയാലോ ഗൗതം, എല്ലാവരുടെയും നടുവിൽ ഞാൻ പെട്ടുപോയി. എല്ലാ തെളിവുകളും എനിക്കെതിരെയായി പോയി. നീ ഒന്നും ശരിക്കും ആലോചിക്കുന്നതേ. ആ ഗുളിക എങ്ങനെ നിന്റെ കയ്യിൽ വന്നു എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ നിനക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല ഗൗതം, എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതുപോട്ടെ, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വരുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും കയറിയിരുന്നോ? ആ മരുന്നിരുന്ന ബാഗ് എവിടെയെങ്കിലും വെച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ലാന്നേ, ഞാൻ ടാബ്ലറ്റും വാങ്ങി നേരെ വീട്ടിലേക്ക് തന്നെയാ വന്നത്. അപ്പൊ പിന്നെ ആ ടാബ്ലറ്റ് മാറണമെങ്കിൽ അതിന് സാധ്യത 2 സ്ഥലങ്ങളിൽ വെച്ചാണ്. ഒന്ന് മെഡിക്കൽ സ്റ്റോർ, അല്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ വെച്ച്. ഇവിടെ വെച്ച് മരുന്ന് മാറാനുള്ള സാധ്യത ആലോചിച്ചാൽ അത് തനിക്ക് മാറിപ്പോവില്ലല്ലോ. ആരെങ്കിലും മാറ്റണം. മാറ്റിയാൽ തന്നെ അത് ചെയ്യേണ്ടത് ശിവാനിയാ. അതെങ്ങനെ? ഹോളിൽ എല്ലാരും ഉണ്ടായിരുന്നില്ല ഗൗതം. പിന്നെ സാധ്യത മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മാറി തന്നതിലായിരിക്കണം. അല്ല, മെഡിസിൻ തന്നപ്പോ നീ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ നോക്കിയതാ, പ്രിസ്ക്രിപ്ഷനിലെ അതേ ടാബ്ലറ്റ് തന്നെയായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നത്. അപ്പോൾ സംശയിക്കാൻ വേറെ വഴികളൊന്നുമില്ല. മെഡിസിൻ മാറിയിട്ടുണ്ടെങ്കിൽ, അതല്ല മാറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് നിധി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് ശിവാനിയാ. ഗൗതം പറഞ്ഞത് കറക്റ്റാ. ഗൗതവും പ്രണവും തമ്മിൽ പിണക്കം മാറി ഒന്നായത് ശിവാനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തക്കം പാർത്തിരുന്ന് അവള് പ്രണവിനെ ശത്രുവാക്കാൻ വേണ്ടി ചെയ്തതാ ഇതൊക്കെ. പക്ഷേ ശിവാനി മരുന്ന് മാറ്റിയതിനൊന്നും നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ നിധി. എന്നെ തെറ്റുകാരിയാക്കിയതിന് ഞാൻ വേണമെങ്കിൽ ക്ഷമിച്ചേക്കാം. പക്ഷെ എല്ലാം ഒന്ന് ശാന്തമായി വന്നതല്ലായിരുന്നോ ഗൗതം? അതവള് തകർത്ത് പഴയപടിയാക്കിയില്ലേ? നിങ്ങൾ സഹോദരങ്ങളെ വീണ്ടും ശത്രുക്കളാക്കിയില്ലേ? തൽക്കാലം ശിവാനി വിജയിച്ചു. പക്ഷേ ഈ വിജയത്തിനൊന്നും ആയുസ് ഒരുപാടുണ്ടാവില്ല നിധി. നീ വാ, നമുക്ക് മുറിയിലേക്ക് പോ. വാ. എത്രയായി? 100 രൂപ. ശിവാനി മോളെ, ശിവാനി. അമ്മേ, പതുക്കെ മോളെ, പതുക്കെ. അമ്മേ, അയ്യോ, ഇരിക്കമ്മേ. ഇത് പിടിക്കേ. ഇതെന്താ? നിനക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടെന്ന് അറിയോ? ഞാൻ നേരാത്ത നേർച്ചകളില്ല. ഇപ്പോഴെങ്കിലും ദൈവം അനുഗ്രഹിച്ചല്ലോ. അങ്കിൾ എന്ന് പറയുന്ന ഓ, അങ്ങേരുടെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. ദേഷ്യത്തിനൊന്നും ഒരു കുറവുമില്ല. അതൊക്കെ പതുക്കെ അങ്ങ് മാറും. നിങ്ങളുടെ കുഞ്ഞൊന്ന് പിറന്നോട്ടെ. അയ്യോ മാഡം, സുഖമായിട്ടിരിക്കുന്നോ? ഓ, സുഖത്തിന് കുറവൊന്നുമില്ല. ശിവാനി പ്രഗ്നന്റ് ആയിട്ട് ദിവസം എത്രയായെന്നറിയോ? ഇത്രയായിട്ടും അവളുടെ അമ്മയ്ക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല അല്ലേ?